പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നടൻ കലാഭവൻ മണിയുടെ മൃതദേഹം ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് എത്തിക്കുന്നു. തത്സമയം നടൻ കലാഭവൻ മണിയുടെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഡാനി വിശദാംശങ്ങൾ നൽകും. ഡാനി, പോസ്റ്റ്മോർട്ടം പൂർത്തിയായോ? മൃതദേഹം പുറത്തേക്ക് എടുക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. എവിടേക്കാണ് ഇനി മൃതദേഹം കൊണ്ടുപോവുക? ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച ശേഷം ഇപ്പോൾ മോർച്ചറിക്ക് മുന്നിലുള്ള ആംബുലൻസിലേക്ക് മൃതദേഹം മാറ്റുകയാണ്. നമ്മെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് പ്രകാരം ഇപ്പോൾ പുതിയ മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിക്ക് മുന്നിൽ അല്പസമയം പൊതുദർശനത്തിനായി മൃതദേഹം വയ്ക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇവിടെ രാവിലെ മുതൽ തന്നെ തടിച്ചുകൂടിയ നിരവധി ആരാധകരും സഹപ്രവർത്തകരുമുണ്ട്. ഇവർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി അല്പസമയം മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിക്ക് മുന്നിൽ പൊതുദർശനത്തിന് വയ്ക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം തൃശൂർ നഗരത്തിലുള്ള സംഗീത നാടക അക്കാദമി ഹാളിലും പൊതുദർശനത്തിലേക്ക് അരമണിക്കൂറോളം പൊതുദർശനത്തിന് വയ്ക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനുശേഷമായിരിക്കും സ്വദേശമായ ചാലക്കുടിയിലേക്ക് മുനിസിപ്പൽ ടൗൺ ഹാളിലാണ് ഇതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതനുസരിച്ചാണ് ഇപ്പോൾ നിലവിൽ ചർച്ച പറഞ്ഞിരിക്കുന്ന ആണെങ്കിൽ ഈ രീതിയിലായിരിക്കും ക്രമീകരണങ്ങൾ ഒരുക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം ആംബുലൻസ് കയറ്റുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. നിരവധി സഹപ്രവർത്തകർ, അതോടൊപ്പം തന്നെ ആരാധകർ, വിവിധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെ മേധാവികൾ ഒത്തിരി പേർ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇവർ മൃതദേഹം ഇവിടെ വെച്ച് തന്നെ കാണുന്നതിനുള്ള അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള ചെറിയ രീതിയിലുള്ള ഒരു സൗകര്യങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റി വിഭാഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഈ ക്യാമ്പസിനകത്ത് തന്നെ, അതായത് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് തന്നെ കാഷ്വാലിറ്റിയുടെ പുതിയ ബിൽഡിംഗാണത്. അത് കൊണ്ടുപോകുന്നതിനുള്ള ഇരുവശവും നിരവധിയായ ആളുകൾ ഇവിടെ കൂടിയിട്ടുണ്ട്. അവസാനമായി തങ്ങളുടെ പ്രിയ താരത്തിന് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് കടന്നു പോകുന്നു. അവസാനമായുള്ള കാഴ്ചകൾക്ക് വേണ്ടി ഒത്തിരി പേര് ഇപ്പോൾ തിക്കിയാർത്ത ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഡാനി, ഇപ്പോൾ കാഷ്വാലിറ്റിയിലേക്ക് പൊതുദർശനത്തിലേക്ക് വെക്കുന്നത് അവിടെ ആരാധകരുടെ തടിച്ചുകൂടിയിരിക്കുന്ന ആരാധകരുടെ ഒക്കെ തന്നെ ആവശ്യപ്രകാരമാണോ? കാരണം അത്രത്തോളം ഒരു പക്ഷേ സ്നേഹിച്ച പ്രിയ കലാകാരനെ സ്നേഹിച്ച നാട്ടുകാർ ഒരു പക്ഷേ കൂടുതലായി ആശുപത്രിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം, അതുകൊണ്ട് തന്നെയാണോ ഇപ്പോൾ പൊതുദർശനത്തിനായി ആശുപത്രിയിൽ തന്നെ ആദ്യമായി വെക്കുന്നത് ആദ്യഘട്ടം? ബ്രിട്ടീഷ് അത് തന്നെയാണ്. കാരണം വെച്ചാൽ രാവിലെ മുതൽ തന്നെ, ഇന്നലെ മൃതദേഹം ഇവിടേക്ക് എത്തിച്ചപ്പോൾ മുതൽ തന്നെ ഈ പരിസരത്തിലുള്ള വലിയൊരു പുരുഷാരം തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ടായി. കാരണം നമുക്കറിയാം, മണി എന്നത്, കലാഭവൻ മണി എന്നത് നാട്ടുമ്പുറത്തുകാരുടെ പ്രിയപ്പെട്ട താരമായി ഒരിക്കലും ഒരു പരിവേഷത്തോടെ അദ്ദേഹം ചെന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ജനങ്ങൾക്കിടയിൽ സ്വാധീനം നേടിയ ഒരു താരം തന്നെയാണ്. നിരവധി ആളുകളാണ് ഇന്നലെ രാത്രി മുതൽ തന്നെ എത്തിയത്. ഇന്ന് രാവിലെ ആയപ്പോൾ ഒട്ടനവധി ആളുകൾ വന്നവർ പിരിഞ്ഞു പോകാത്ത വിധം തടിച്ചുകൂടുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. ഇപ്പോൾ ഈ തന്നെ ഒരുപക്ഷെ ദൃശ്യങ്ങൾ കാണാമായിരിക്കും. ആംബുലൻസിന് ചുറ്റും തന്നെ നിരവധി പേരാണ് തടിച്ചു കൂടിയിട്ടുള്ളത്. ഈ ഒരു ജനാവലിക്ക് മധ്യത്തിലൂടെയാണ് ഇപ്പോൾ കാഷ്വാലിറ്റി വിഭാഗത്തിലേക്ക് കലാഭവൻ മണിയുടെ ഭൗതിക ശരീരം കൊണ്ടുപോകുന്നത്. അവിടെയും രാവിലെ മുതൽ തന്നെ ഇങ്ങനെ ആരാധകരുടെ ആവശ്യപ്രകാരം പൊതുദർശനത്തിലുള്ള ഒരു സൗകര്യം ക്രമീകരണം വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ അവരുടെ ആവശ്യം ഉയർന്നതിന്റെ സാഹചര്യത്തിൽ കൂടിയാണ് ഇതിനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇപ്പോൾ കാഷ്വാലിറ്റിയിലേക്ക് കലാഭവൻ മണിയുടെ മൃതദേഹം മാറ്റിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. അല്പസമയം മാത്രമേ കാഷ്വാലിറ്റിയിൽ അത്തരം ഒരു സൗകര്യം ചെയ്തു കൊടുക്കുകയുള്ളൂ എന്നും അറിയിച്ചിട്ടുണ്ട്. കാരണം രാവിലെ മുതൽ തന്നെ കൂടി നിൽക്കുന്ന അദ്ദേഹത്തെ നാട്ടുകാരുടെ ഒരു പ്രിയ താരം രാവിലെ മുതൽ തന്നെ അദ്ദേഹത്തെ അവസാനമായി കാണുവാനുള്ള ഒരു അവസരം ഒരുക്കണമെന്നുള്ളൊരു ആവശ്യം ഉയർന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ്
ആശുപത്രിയായിട്ടും അതിന്റെ ഒരു കാഷ്വാലിറ്റി വിഭാഗത്തിൽ തന്നെ അതിൽ ആളുകൾക്ക് കാണുന്നതിനൊരു ക്രമീകരണം ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ ആംബുലൻസ് മെല്ലെ കാഷ്വാലിറ്റി വിഭാഗത്തിലേക്ക് മെല്ലെ നീങ്ങുകയാണ്. പ്രജീഷ്, ഡാനി എത്രത്തോളം ഒരുപക്ഷെ എല്ലാ സാംസ്കാരിക സിനിമാ മേഖലയിലെ ഒപ്പം രാഷ്ട്രീയ സാന്നിധ്യം, രാഷ്ട്രീയമായി തന്നെ വളരെ പ്രബുദ്ധനായ ഒരു വ്യക്തിയായിരുന്നു, രാഷ്ട്രീയ ഇടപെടൽ ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു. അങ്ങനെയൊക്കെ നോക്കിയ രാഷ്ട്രീയ രംഗത്തും സിനിമാ രംഗത്തും ഒക്കെയുള്ള പൊതുമണ്ഡലത്തിലടക്കമുള്ള എത്രത്തോളം സാന്നിധ്യമാണ് ഒരുപക്ഷെ ആശുപത്രിയിൽ ഈ തിരക്കിലൊക്കെ ഒരുപക്ഷെ പറയാൻ കഴിയുക? പ്രതീക്ഷ അന്ന് രാവിലെ മുതൽ തന്നെ നിരവധി പേരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പലരും തന്നെ ചലച്ചിത്ര സാംസ്കാരിക രംഗത്തുള്ള ഒട്ടനവധി പേർ, നടൻ മുകേഷ്, ഇടവേള ബാബു, സാദിഖ് തുടങ്ങി ഒട്ടനവധി പേർ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് CPM-ന്റെ ഉന്നതരായ നേതാക്കൾ തന്നെയും EP ജയരാജൻ, അതോടൊപ്പം തന്നെ MLA-മാർ, CPM തൃശൂർ ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ അടക്കമുള്ള നേതാക്കളുടെ ഒരു വലിയ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ എല്ലാ കാര്യങ്ങൾക്കും ക്രമീകരണങ്ങൾക്കുമായ ഒരു വലിയൊരു സന്നാഹം തന്നെ രൂപപ്പെടുത്തിയിരുന്നു. അങ്ങനെ നേതാക്കളുടെയും സാധാരണക്കാരുടെയും എല്ലാം തന്നെ വലിയൊരു സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു. എത്രമാത്രം കലാഭവൻ മണി ജനങ്ങളോട് അടുത്തിരുന്നു, എത്രമാത്രം ജനകീയ കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഒരു സാധാരണക്കാരൻ അദ്ദേഹം ജീവിച്ചിരുന്നു എന്നതിൻ്റെ ഒരു വലിയ കാഴ്ച തന്നെയാണ് ഇവിടെ രാവിലെ മുതൽ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് മോർച്ചറിക്ക് മുന്നിൽ കാണാൻ കഴിഞ്ഞത്. ഇതിപ്പോൾ പുറത്ത് ചാലക്കുടിയിലും അതോടൊപ്പം തന്നെ തൃശ്ശൂരിനുമെല്ലാം തടിച്ചു കൂടിയിരിക്കുന്ന ഒരു വലിയ ജനാവലിയുടെ ഒരു ചെറിയ പരിച്ഛേദം മാത്രമാണിത്. പ്രിയ താരത്തിന് അവസാന യാത്ര പറയുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജിൻ്റെ കാഷ്വാലിറ്റിക്ക് മുന്നിലും നിരവധി പേരാണ് ഇപ്പോൾ തടിച്ചു കൂടിയിരിക്കുന്നത്. അപ്പോൾ അവരിലേക്ക് കലാഭവൻ മണി അവസാനമായി എത്തുകയാണ്. ഞാനിപ്പോൾ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. ആശുപത്രിയിൽ നിന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷം കാഷ്വാലിറ്റിയിലേക്ക് പൊതുദർശനത്തിനായി കാഷ്വാലിറ്റിക്ക് സമീപമുള്ള കെട്ടിടത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്.